ക്രിസ്മസ് വെക്കേഷനായിട്ട് 10 ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഡെയിലി ഉള്ള റൂട്ടീനാണിത്. ഇവർ രാവിലെ എണീക്കും, കുറേ ആക്രിയും കുറേ ഇലകളും പെറുക്കി വീടിന് മുമ്പിൽ കൊണ്ട് വെക്കും. എന്നിട്ട് ഇത് ഇവരുടെ സൂപ്പർ മാർക്കറ്റാണെന്നാണ് പറയണത്. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങൾ പോലും ഇവരെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അങ്ങനെ കളിയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് മെയിനായിട്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ, പിന്നെ മുത്തശ്ശിക്ക് കുറച്ച് ആയുർവേദ മരുന്ന് മേടിക്കാനായിരുന്നു. അതാണ് മെയിൻ കാര്യം. ഈ സാധനം കാണുന്ന കാവത്താണ് കേട്ടോ. ഇത്രയും വലിയ കാവത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവരാണെങ്കിൽ ഒരു കടേൻ്റെ ഉള്ളിൽ കയറി, നമ്മൾ കടയുടെ ഉള്ളിൽ കയറുമ്പോഴത്തേനും ഇവർ ആ ബില്ലടിക്കുന്ന അവിടെ നിന്നിട്ട് അവിടെ എന്തൊക്കെ മിഠായിണ്ട്, എത്ര ഐറ്റം ഉണ്ട്, അതിനൊക്കെ എത്ര റേറ്റാണ്, അതൊക്കെ ചോദിച്ച് ആളാൻ വീതം 2 പോക്കറ്റിൽ എടുത്തിട്ടു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ വന്നത് നേരത്തെ കൊള്ളി വാങ്ങാനാണ് കേട്ടോ. ഈ സംഭവം ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. ഇപ്പോൾ വാങ്ങണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബീഫ് കിട്ടിയില്ല വന്നപ്പോൾ. ഇവൻ തൽക്കാലം ചിക്കൻ വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങാൻ നിന്നതാണ് കേട്ടോ. സാധാരണ കപ്പ ബിരിയാണി ഉണ്ടാക്കണം ബീഫിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇനി ചിക്കൻ വക എൻ്റെ വക സ്പെഷ്യൽ റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ അവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ തൊട്ടപ്പുറത്തൊരു കൂട്ടിലാണെങ്കിൽ കുറേ കാടക്കോഴി ഉണ്ടായിരുന്നു. അമ്പാടിയാണെങ്കിൽ കാടമുട്ട കഴിച്ചില്ലെങ്കിലും കാടക്കോഴീനെ അവൻ അന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ അതേ ഞങ്ങൾ നേരെ പോയത് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയിട്ട് പോയത്, പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം ഞങ്ങൾ കുറച്ച് ഒരു പൈനാപ്പിളും കുറച്ച് മുന്തിരി, കുറച്ച് ഓറഞ്ച്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ബൈ ബൈ.